നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണോ? വർഷങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ വ്യക്തമായ ഉത്തരമില്ലാത്ത ചോദ്യമാണിത്. ഹോളിവുഡ് സിനിമകളിലെ പോലെ പറക്കും തളികകളും അന്യഗ്രഹ ജീവികളുമൊക്കെ ഉണ്ടോ? ഈ അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ മറുപടി നൽകുന്നത് മറ്റാരുമല്ല, മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബറാക് ഒബാമയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകത്തെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും എന്നാൽ ചില വലിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് അപ്പാടെ. അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണെന്ന് ബറാക് ഒബാമ തുറന്നു സമ്മതിക്കുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള ഗൂഢാലോചന സിദ്ധാന്തക്കാർ വിശ്വസിക്കുന്നത് പോലെ അവരെ അമേരിക്കൻ സർക്കാർ രഹസ്യമായി ഒളിപ്പിച്ചു വച്ചിരിക്കുകയല്ല. പ്രശസ്തമായ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് ഒബാമയുടെ ഈ ഒരു നിർണായക വെളിപ്പെടുത്തൽ വരുന്നത്. അവ യാഥാർത്ഥ്യമാണ്, പക്ഷേ ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാണ് ഒബാമ പറയുന്നത്. അമേരിക്കയുടെ ഏരിയ 51 അന്യഗ്രഹ ജീവികളെ പാർപ്പിച്ചിട്ടുണ്ടെന്ന വാദത്തെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. അവിടെ അത്തരം രഹസ്യ ഭൂഗർഭ അറകളോ സൗകര്യങ്ങളോ ഇല്ലെന്നും പ്രസിഡന്റിന് പോലും അറിയാത്ത വലിയ ഗൂഢാലോചനകളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇവിടെയാണ് ഏരിയ 51 എന്ന പേര് പ്രസക്തമാകുന്നത്. അമേരിക്കയിലെ നെവാഡയിലുള്ള അതീവ സുരക്ഷയുള്ള ഒരു വ്യോമസേന താവളമാണ് ഏരിയ 51. വർഷങ്ങളായി അന്യഗ്രഹ പേടകങ്ങളും ജീവികളുടെ മൃതശരീരങ്ങളും അമേരിക്കൻ സർക്കാർ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന കഥകൾ പ്രചരിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഈ നിഗൂഢ താവളത്തെക്കുറിച്ചുള്ള ഇത്തരം കഥകളെല്ലാം വെറും ഭാവന മാത്രമാണെന്നാണ് ഒബാമ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഒബാമ ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. 2021 അദ്ദേഹം സമാനമായ ചില സൂചനകൾ നൽകിയിരുന്നു. ആകാശത്ത് കാണപ്പെടുന്ന ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ചില പറക്കും വസ്തുക്കളെ കുറിച്ചും UFO എന്ന് പറയും, അവയുടെ അസാധാരണമായ ചലനങ്ങളെക്കുറിച്ചും അദ്ദേഹം അന്ന് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കഴിയാത്ത പല രഹസ്യങ്ങളും ഈ വിഷയത്തിലുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും ഏരിയ 51 ചുറ്റിപ്പറ്റിയുള്ള സിനിമാ കഥകൾ അദ്ദേഹം നിഷേധിക്കുകയാണ്. ചുരുക്കത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടായേക്കാം, അവ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകാം, പക്ഷെ അതിനുള്ള ഉത്തരം തേടി ഏരിയ 51 നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് ഒബാമ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അവിടെ ശരിക്കും അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ തന്നെ, പ്രചരിക്കുന്ന കഥകളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ തന്നെ അത് ഒബാമയ്ക്ക് പരസ്യമായി പറയാൻ പറ്റുമോ എന്നത് വേറൊരു കാര്യം. അതായത് അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒബാമ ഇതേ ഉത്തരം തന്നെ പറയാൻ ബാധ്യസ്ഥനാണ് എന്നത് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.